നീ പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഒന്ന് മൂത്രപൊഴിച്ച ഒന്ന് കാഷ്ടിച്ച ഈ കിളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ അല്ലാഹുവേ ഉമ്മാന വഴക്ക് പറയുന്ന മക്കളെ, നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാ ഒന്ന് കാർക്കിച്ചു തുപ്പിയത്? അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെയല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ. ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ചു തുപ്പിയപ്പോ എടാ കഴുകിയാ ബെഡ് ശരിയാകുമല്ലോ, ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ മക്കളോട് നമ്മളെവിടെ കിടന്നാ മൂത്രമൊഴിച്ചതെന്ന് ഓർക്കുന്നത് നല്ലതാ. നമ്മുടെ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട്. മോനെ, ഞാനും നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ തല്ലിയോ, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട്, തല്ലുന്ന മക്കളോട്, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കൾ